ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഹൈക്കോടതിയിലോട്ട് അപ്പീൽ പോകാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ സംഭവങ്ങളും വളരെ കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ പ്രതികൾ മറനീക്കി പുറത്തേക്ക് വന്നിരിക്കുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. തീർച്ചയായും ഈ വീഡിയോ കാണുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് പ്രതികളെന്ന് എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. നടി ആക്രമിച്ച കേസിൽ 2ാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ബെയിൽ എനിക്ക് കിട്ടി, ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിൻ്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. നടൻ ലാലും, ഡയറക്ടർ ശ്രീകുമാർ മേനോനും, നടി മഞ്ജു വാര്യറും, രമ്യ നമ്പീശനും, ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിൻ്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ എറണാകുളം നടൻ ലാലിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയും ലാലിൻ്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. ഇവർ ഇത്രയും പേരുടെ നേതൃത്വത്തിൽ ലാലിൻ്റെ വീട്ടിൽ നിന്നാണ് എന്നെ XEV വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം. അതായത് ഓൻ പറയുന്നത് ലാലിന്റെ വീട്ടിൽ നിന്ന് മൂന്ന് വെളിപ്പെടുത്തൽ നേരത്തെ നടത്തിയിരുന്നു. ഇതുവരെ കാര്യമായി ആരും അത് മൈൻഡ് ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. അതായത് ലാലിന്റെ വീട്ടിൽ നിന്നും ലാലിന്റെ മകൻ ജീൻ പോളും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും എല്ലാം കൂടി ഒരു കരുതിക്കൂട്ടിയ ഒരു ഓപ്പറേഷന് തയ്യാറെടുക്കുന്നു. അതായത് നടിയെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്തതിന് ശേഷം ഈ കൊടും ക്രൂരനായ ലാൽ എന്ന് പറയുന്ന ഈ കള്ളഹിമാർ ഓൻ സെമൻ കുപ്പിയിലാക്കി പോലും കൊണ്ടുപോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് നടി ബലാത്സംഗത്തിനിരയായി എന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്തിരിക്കുന്നു. കോടതിയും അത് അംഗീകരിച്ചിരിക്കുന്നു. നടി വിജയിച്ചിരിക്കുന്നു. ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഓൻ പറയുന്നത് നടിയുടെ ഒരു രോമം പോലും അനങ്ങിയിട്ടില്ല എന്നാണ്. വളരെ വിചിത്രമായ വെളിപ്പെടുത്തൽ തന്നെയാണ്. ഇനി അറിയേണ്ടത് നടിയുടെ മുഖത്ത് അല്ലെങ്കിൽ നടിയെ കുടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സെമൻ ആരുടേതായിരുന്നു? അത് ലാലിന്റെ ആയിരുന്നു, അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയറുടെ ആയിരുന്നു, അതോ ലാലിന്റെ മാനേജർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ആയിരുന്നു? അറിയേണ്ടതുണ്ട്. പോരുന്ന വഴിക്ക് നടി ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. 3 ഫോൺ നടിയുടെ ഭാവനയുടെ ഇടയിൽ വേറെ ഉണ്ടായിരുന്നു. ഈ ഫോണിൽ നിന്ന് മാറി മാറി സംസാരിക്കണ്ടേ. പിന്നെ വീണ്ടും എന്നോട് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നോട് പറയണം, എൻ്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിട്ടുണ്ട്, അവരൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നടൻ ലാലിൻ്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ആ സമയത്ത് വണ്ടിയിൽ കയറിയ. അത് കഴിഞ്ഞ് അവരായിട്ട് സംസാരിച്ചു. അത് ഞാൻ ഈ ബാഗ് വെച്ചുകൊണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. വണ്ടി കയറി വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ ആദ്യം പറഞ്ഞത്. വൈറ്റിലേക്ക് എടുത്ത് വണ്ടി വൈറ്റിലേക്ക് എടുക്കണതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു. അപ്പോൾ ലാലിൻ്റെ മകൻ ജീനെയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിനെ എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ലാലിൻ്റെ സ്റ്റുഡിയോയിലുണ്ട്. വലിയ ബന്ധമില്ല, അവിടെ വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വണ്ടി എടുത്ത് എടപ്പള്ളിക്ക് എത്തണം. എൻ്റെ ഇടയ്ക്ക് വണ്ടി ഇവർ സംസാരിച്ചു. നടി മഞ്ജു വാര്യരുടെ ബോംബെയിലെ ഫ്ലാറ്റിൻ്റെ സെയിൽ എന്തായെന്ന് ചോദിച്ചു എന്നോടല്ല, ഇവർ തമ്മിൽ ഭാവനയോട് ചോദിക്കണം. അപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കും, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ റെഡി ആകാണെങ്കിൽ എന്ന് പറഞ്ഞ് അവർ നിർത്തി. അതായത് നടിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. നടി ഒരു അധോലോക നടിയായിരുന്നു. ബോംബെയിലടക്കം ഫ്ളാറ്റിന്റെ കച്ചവടവും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് മഞ്ജു വാര്യരുടെ ഫ്ളാറ്റിന്റെ കച്ചവടം എന്തായെന്ന് ആക്രമിക്കപ്പെട്ട നടിയോട് ഈ ജീൻ പോൾ ഡുമിനി അടക്കം ചോദിക്കുന്നു എന്നാണ് ഓൻ കേട്ടത്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിലുമൊക്കെ ഒരു കൊടും ക്രിമിനലാണ് ഈ ആക്രമിക്കപ്പെട്ട നടിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അനൂപും ജീനും പൾസർ സുനിയും ഇവരും 3 പേരോട് വണ്ടി എടുത്തു പോയി. എന്നോട് പറഞ്ഞു പിറകിലൊരു വണ്ടിയുണ്ട്, അത് നമ്മുടെ വണ്ടിയാണ്, മാറ്റി അതിൽ കയറി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇവർ വണ്ടി എടുത്ത് പോയി. പിറകിലുള്ള വണ്ടിക്കാരെ ഫോൺ അടിച്ചപ്പോൾ ഞാൻ അതിൽ കയറി. ഒരു കാരവാൻ വണ്ടിയായിരുന്നു എന്നാണ് എൻ്റെ കണക്കൂട്ടിലത്. അതിൽ TV ഫെസിലിറ്റികളൊക്കെ ഉണ്ടായി, കിടക്കാനുള്ള ബെഡ്, വാഷ് ബേസിൻ, മറ്റേ മുഖം നോക്കണ മിററൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. പിന്നെ ഭയങ്കര സൗണ്ടിൽ പാട്ടും വെച്ചിട്ടുണ്ടായി, കളർ ലൈറ്റുകളും ഉണ്ടായിരുന്നു. അതിൽ ഡ്രൈവർ ഫോൺ അടിച്ച് വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി കയറി. ഇത് കഴിഞ്ഞ് ഏകദേശം കുറേ നേരം കറങ്ങിയതിന് ശേഷം, 1 മണിക്കൂർ മേലെങ്ങാണ്ട് കറങ്ങിയതിന് ശേഷം കാക്കനാട് ആപ്പിൾ ടവർ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് വണ്ടി എന്നോട് നിർത്തിയിട്ട് പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അതായത് ഓൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ തോന്നുന്നത് ഇവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് നടിയല്ല, ഓൻ തന്നെയാണ് ആക്രമിക്കപ്പെട്ടതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇത്രയും സൗകര്യമുള്ള ക്യാരവനുള്ളപ്പോൾ നടിയെ അതിനുള്ളിൽ കയറ്റാതെ ഓനെ പിടിച്ച് അതിനുള്ളിൽ കയറ്റുന്നു. ക്യാരവനിൽ ഈ പറഞ്ഞ സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ബെഡും കാര്യങ്ങളും ടോയ്ലറ്റ് അടക്കമുണ്ട്. ഓനെ അതിൽ കയറ്റിയതിന് ശേഷം എന്തെങ്കിലും മയക്കുമരുന്നുകൾ കൊടുത്ത് മയക്കിയതിന് ശേഷം
ഓനെ എന്തെങ്കിലും ചെയ്തോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഓൻ നടത്തിയിരിക്കുന്നത്. ഞാൻ ഇതിന്റെ ഇവിടെ ഇറങ്ങാൻ എവിടേക്ക് കൊണ്ടുപോയി എന്നെ എനിക്ക് ഒരു പിടിയില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരോട് തർക്കിച്ച് വെച്ച് നീ പറയുന്നിട്ടാ നീ മാഡം ഭാവനോട് അവിടെ ഉണ്ട് നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ വരുന്ന പ്രശ്നം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ജീൻ പോളും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിയുടെ സൈഡിൽ ഏറ്റവും അറ്റത്ത് ഭാവന ഇരിക്കണം, അതിൻ്റെ സൈഡിൽ പൾസർ സുനി ഇരിക്കണം, അതിൻ്റെ അപ്പുറത്ത് ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായി. അവർ രണ്ടുപേരും ഇറങ്ങി. ഭാവന എനിക്ക് നേരെ ഇരുന്നു. ഭാവനയുടെ പുറത്ത് കൈയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് പൾസർ സുനി ആ സമയത്ത്. ഇത് കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ എനിക്ക് നേരെ നിന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ നേരെ കിട്ടു. അതായത് ഓൻ പറയുന്നത് അതിജീവിതയും പൾസറും തമ്മിൽ വലിയ കമ്പനിയാണ്, അവർ തങ്ങളിൽ വലിയ സുഹൃത്ബന്ധമാണ്. തോളിൽ കൈയിട്ട് ഉരുമിയിരിക്കുന്ന പൾസറിനെയും അതിജീവിതയുമാണ് ഈ ഒരു പഹയൻ കണ്ടെന്നാണ് പറയുന്നത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ്. ഈ അതിജീവിതയ്ക്കാണോ നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും കാലം പോരാടിയത്? കൊടും ക്രിമിനലായ മറ്റൊരു അതിജീവിതയെ ഒരുപക്ഷെ 20 അല്ല 40 വർഷം പോലും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിൽ ഈ അതിജീവിതയെ ശിക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത്രയും കൊടും ക്രിമിനലുകളുടെ കൂടെയാണ് അതിജീവിതയുടെ സഹവാസമെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. അപ്പോൾ ഈ അനൂപും ഈ ജീൻ പോളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നോട് പറഞ്ഞു പാലാരിവട്ടത്തേക്ക് വണ്ടി എടുക്കാൻ പറയണം. ഞാൻ വണ്ടി എടുത്തു. നാടി പറയുന്നതനുസരിച്ച് ഞാൻ വണ്ടി എടുത്തു. ഈ സമയത്തൊക്കെ എൻ്റെ മൊബൈലൊക്കെ ആ സമയത്തൊക്കെ ഭാവനയുടെ ഇല്ല. ഞാൻ വണ്ടി എടുത്ത് പാലാരിവട്ടത്ത് പോണതിൻ്റെ ഇടയ്ക്ക് അവർ സംസാരിച്ചു. സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണമായിരിക്കണം, ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത്. ലാലേട്ടൻ്റെ അടുത്തും രമ്യ നമ്പീശിൻ്റെ അടുത്തും മഞ്ജുവിൻ്റെ അടുത്തും ശ്രീകുമാറിൻ്റെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും. പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം, അത്രമാത്രം വാശി എനിക്കിരിക്കുന്നുണ്ട്. സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം. എല്ലാം കഴിഞ്ഞ് അവസാനം കരഞ്ഞവൻ എൻ്റെ കാല് പിടിച്ച് വരും, ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാവന പൾസർ സുനിയോട് പറയണം. പൾസർ സുനിയൊക്കെ മൂളി കേൾക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സിനിമ ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ടാക്കണം, സാമ്പത്തികമായിട്ട് തന്നെ അവനെ തകർക്കണം, എല്ലാത്തിൻ്റെ അവസാനം അവനെന്നുള്ള വാക്കാണ്. അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം, കരഞ്ഞ് എൻ്റെ അടുത്ത് വരും, കാല് പിടിച്ച് ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു. പിന്നെ പറഞ്ഞു സുനിക്ക് വേണ്ട എല്ലാ സഹകളും ബഷീറിക്കയും ലാലും എല്ലാവരും ചെയ്തോളും. വല്ലാത്ത വെളിപ്പെടുത്തൽ തന്നെയാണ്. അത് ആക്രമിക്കപ്പെട്ട നടി ആ ഒരു റിവെഞ്ച് ഏറ്റെടുക്കുകയാണ്. നമ്മുടെ പ്രമുഖ താരം ദിലീപിനെ തകർക്കാൻ വേണ്ടി സ്വയം ആക്രമിക്കപ്പെട്ടു എന്ന് കല്യാണം ഉറപ്പിച്ചു വെച്ച ഒരു പ്രമുഖ താരമാണ്. തെലുങ്കനായ ഒരു ആക്ടർ, വലിയ സമ്പന്നനായ ഒരു ആക്ടറുമായി കല്യാണം ഉറപ്പിച്ചു വെക്കുന്നു. കല്യാണം ഉറപ്പിയതിനു ശേഷം ദിവസങ്ങൾക്കുള്ളിൽ നടി കാറിൽ ആക്രമിക്കപ്പെടുന്നു. അതായത് നടി തന്നെ നടിയെ ബലാത്സംഗം ചെയ്യിപ്പിക്കുന്നു. അതാണ് ഇവിടെ നടന്നത്. ആ രീതിയിലുള്ളൊരു കൊട്ടേഷൻ മാസ്റ്റർ പ്ലാൻ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് മാർട്ടിൻ ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെന്ന വഴി വന്നു. മാർട്ടിൻ ഇപ്പോൾ കണ്ടതും കേട്ടതുമായി ഒരു കാര്യം ആരോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിനെ ഞാൻ കൊന്നു കളയും, ഒരു തെളിവ് പോലും ഇല്ലാണ്ട് നശിപ്പിച്ച് കളയും, വീട്ടുകാരെയും ഞാൻ ഉപദ്രവിക്കും. അത് നീ മറക്കണ്ട. നീ എവിടെയായിരുന്നാലും എൻ്റെ ആൾക്കാർ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് നീ ഒരു കാര്യം ആരോടും പറയണ്ട. പിന്നെ ആരെന്ത് ചോദിച്ചാലും നടൻ ദിലീപും കാവ്യമാധവനും ഒരു ഹോട്ടൽ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നടി ഭാവന കണ്ടു. ഈ വിവരം ഭാവന ദിലീപിൻ്റെ ഭാര്യ മഞ്ജു വാര്യരെ വിളിച്ചറിയിച്ചു. ഇതുള്ള വ്യക്തിവൈരാഗ്യം കാരണം ദിലീപിന് ഭാവനോട് വൈരാഗ്യമായി. ഈ വൈരാഗ്യത്തിൻ്റെ പുറത്ത് ഭാവനയെ ഉപദ്രവിക്കാൻ ദിലീപ് പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തു എന്ന് മാത്രം നീ പറഞ്ഞേക്കാം. വേറെ ഒരു കാര്യം നീ പറയണ്ട. എല്ലായിടത്തും എൻ്റെ ആൾക്കാരുണ്ട്. നിന്റെ വായന വീണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആൾക്കാരുണ്ടാവും. പിന്നെ എല്ലാ കാര്യവും ഞാൻ പറയുമ്പോൾ മതി. വേറെ ഒരു ആരെന്ത് ചോദിച്ചാലും ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ട് കഴിച്ചു പിടിച്ചിട്ട് അങ്ങനെ 2 കുലിക്കൊക്കെ കുലിക്കിട്ട് പറഞ്ഞു കേട്ടാ എന്നൊക്കെ പറഞ്ഞ് കുറേ ഭീഷണിപ്പെടുത്തി. ആളുകൊണ്ടും ആൾബലം കൊണ്ടും പൈസയും കൊണ്ടുള്ള സ്വാധീനം എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുകൾ പുള്ളി അടിച്ചായിരുന്നു. സ്മോൾ വെച്ചിട്ടുണ്ടായിരുന്നു, സ്മോളിൻ്റെ മണം ഉണ്ടായിരുന്നു പുള്ളിയുടെ വായിന്ന്. ഇത് ഞാൻ എൻ്റെ ഒരു 3 വെള്ള പേപ്പർ ഒപ്പിടിച്ച് വാങ്ങിച്ചായിരുന്നു. ഇത് നീ എൻ്റെ ഇന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചങ്ങളെ തെളിവാന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഞാൻ ചോദിക്കുന്നത് സാറേ എന്താ അപ്പോൾ തന്നെ എൻ്റെ മോമിക്കായിട്ട് അടിച്ചു. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു കൊടും ക്രിമിനൽ മറ്റൊരു മുഖം തന്നെയാണ് ലാൽ എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടൻ. നമ്മൾ നെഞ്ചിലേറ്റ ഈ ഒരു നടൻ ഉള്ളതെന്നാണ് പറയുന്നത്. അതായത് നടൻ ഒരുപാട് ഉപദ്രവിക്കുകയും അതൊക്കെ ദിലീപിന്റെ തലയിൽ കെട്ടിവെക്കണമെന്നും പറഞ്ഞു. നമുക്കറിയാം ലാലിനെ അടക്കം ഈ ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അഡ്വക്കേറ്റ് രാമേട്ടൻ പ്രോസിക്യൂഷനെതിരെ വാദിച്ചപ്പോൾ അല്ലെങ്കിൽ അതിജീവിതയെ പിച്ചി ചീന്തുമ്പോൾ കോടതിയിൽ അതിജീവിതയെ രാമേട്ടൻ പിച്ചി ചീന്തി എന്നാണ് പറയുന്നത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കാം അതിജീവിതയുടെ ഈ ഒരു കപടമുഖം തുറന്നു കാണിക്കാൻ രാമേട്ടന് കഴിയാതെ പോയത്? ദിലീപ് അറസ്റ്റായി കഴിഞ്ഞപ്പോഴാണ് ദിലീപ് എന്നുള്ള നടനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണിത് എന്നുള്ളത്. ഇതാണ് യഥാർത്ഥ സത്യങ്ങൾ. ഇതെനിക്ക് പൊതുസമൂഹത്തിനെയും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെയും ദിലീപ് എന്നെ അറിയിക്കണമെന്നുണ്ട്. ഒരു നിവർത്തിയില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഇനി എൻ്റെ ജീവനെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്യം നടൻ ലാലിനും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യർക്കും രമ്യ നമ്പീശനും ഭാവനയ്ക്കുമായിരിക്കും. അപ്പം ഭാവനയ്ക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല. സത്യസന്ധമായ കാര്യം ഒരു വീഡിയോ ആരും എടുത്തിട്ടില്ല. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ ഉണ്ടെന്ന് പറയുന്നത് കോടതി കൊടുത്തേക്കണെന്ന് അവർ പറയുന്നത് ഇവര് ഗോവയിൽ ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഉൾപ്പെടെ ലാൽ ഉൾപ്പെടെ ജീൻ പോൾ ഉൾപ്പെടെ എല്ലാവരും ഇവർ ഒരുമിച്ചുണ്ടായി എന്ന് പറഞ്ഞു. അതിന്റെ മുന്നത്തെ ഒരാഴ്ചകളിൽ ഇതിങ്ങനെ റൂമിൽ വെച്ച് എടുത്തേക്കണമെന്നാണോ എന്നൊരു സംശയമുണ്ട് ആ വീഡിയോകൾ. അല്ലാതെ ഈ പറയുന്ന മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന രീതിയിൽ ഒരു സാധനമുള്ള ഞാൻ ദൃക്സാക്ഷിയാണ് ഉണ്ടായി. നടൻ ദിലീപിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണ്.
അതായത് കോടതി കണ്ടതും ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നതും ബലാത്സംഗം ചെയ്തതിന്, വണ്ടിക്കുള്ളിൽ ബലാത്സംഗം ചെയ്തതിന് 20 വർഷം ശിക്ഷിച്ചിരിക്കുന്നതുമായ ഈ ഒരു സംഭവത്തിൽ കോടതി കണ്ട വീഡിയോ അത് ഗോവയിലെടുത്ത, ലാലിന്റെ ഡയറക്ഷനിലെടുത്ത ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണെന്നാണോ പറയുന്നത്. വളരെ സത്യസന്ധമായി തന്നെയാണ് നമുക്ക് ഒറ്റ കേൾവിയിൽ തന്നെ തോന്നുന്നത്. അതേ വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ ലാൽ ചെയ്തിരിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തം തന്നെയാണ്. അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ഷോർട്ട് ഫിലിം കാറിന്റെ ഉള്ളിലാണെന്നും പറഞ്ഞ് കോടതിക്ക് സമർപ്പിക്കുന്നു. കോടതി അത് കാണുന്നു, വിശ്വസിക്കുന്നു, 20 വർഷം ഈ പഹയന്മാരെ ശിക്ഷിക്കുന്നു. അത് ഭാവനയ്ക്ക് ഇത്രയും ദേഷ്യം വരാൻ കാര്യം എന്താ? ഭാവനേനെ കല്യാണം കഴിക്കണം എന്തോ ഒരു ഇത് നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് കാവ്യനെ കല്യാണം കഴിച്ചെന്ന് പറയുന്നത്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തോ ഉണ്ടായിരുന്നു പറയുന്നത്. പിന്നെ മഞ്ജു വാര്യറിന് ഓട്ടോമാറ്റിക്കലി ദിലീപിനോട് ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ മഞ്ജുവിന് കൈയുണ്ട്. മഞ്ജു വാര്യർ, ദിലീപ്, ശ്രീകുമാർ മേനൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, നടൻ ലാൽ, പിന്നെ ഭരണപക്ഷത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പേരുകൾ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എന്റെ ജീവന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കണം ഞാൻ. ഈ എല്ലാ കാര്യങ്ങളും ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സത്യസന്ധമായിട്ടെല്ലാം പറഞ്ഞതാണ് അതിൽ അവിടെ എഴുതിയിട്ടുണ്ട്. വിചാരണ കോടതിയിൽ വരുമ്പോൾ താൻ സേഫ് ആകും. അതായത് ദിലീപ് നല്ലൊരു കുടുംബസ്ഥനായി മഞ്ജു വാര്യരെ കല്യാണം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് ദിലീപിനെ കല്യാണം കഴിക്കണമെന്നൊരു പൂതി ഉണ്ടാകുന്നു. അങ്ങനെ സ്വപ്നലോകത്ത് ദിലീപിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു. അതിനിടയ്ക്ക് തെലുങ്കനുമായി കല്യാണം ഉറപ്പിക്കുന്നു. എന്നാൽ ദിലീപ് ഓളെ കല്യാണം കഴിക്കാതെ ദിലീപ് കാവ്യ മാധവനെ കല്യാണം കഴിക്കുന്നു. അതിൽ പ്രകോപിതയായ ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാര്യരെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ശ്രീകുമാർ മേനോനുമായി കൂടി മഞ്ജു വാര്യരോടൊപ്പം ചേർന്ന് ആക്രമിക്കപ്പെട്ട നടി ദിലീപിനെതിരെ ഗൂഢാലോചന പ്ലാൻ ചെയ്യുന്നു. അതായത് ദിലീപ് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച മഞ്ജു വാര്യർ കല്യാണം കഴിച്ചു, പക്ഷേ ഇടയ്ക്ക് ഡൈവോഴ്സ് ആവുന്നു. അതിനുശേഷം ആക്രമിക്കപ്പെട്ട നടി ആഗ്രഹിക്കുന്നു, അത് നടക്കുന്നില്ല, കാവ്യ മാധവനെ കെട്ടുന്നു. സ്വാഭാവികമായും ഇവർക്കൊക്കെ ദിലീപിനോട് വലിയ ദേഷ്യമുണ്ടാവാം. അതുകൊണ്ട് തന്നെ ദിലീപിനെ തകർക്കണമെന്നുള്ളൊരു റിവഞ്ച്. ശ്രീകുമാർ മേനോന്റെ അവസ്ഥ നമുക്കറിയാം. ഒരുപാട് ആഗ്രഹിച്ചാണ് മഞ്ജു വാര്യരെ കെട്ടാൻ. എന്നാൽ മഞ്ജു വാര്യരെ ദിലീപ് തട്ടിയെടുത്തതും അദ്ദേഹത്തിന് വലിയ ഒരു പകയ്ക്ക് കാരണമാകുകയായിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ദിലീപിനെ തകർക്കാൻ ഇവർ ഒരു ഗൂഢാലോചന നടത്തുകയായിരുന്നു. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ലാലിനെയും ആക്രമിക്കപ്പെട്ട നടിയെയും അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ലാലിന്റെ മകൻ, ആക്രമിക്കപ്പെട്ട നടി, മഞ്ജു വാര്യർ തുടങ്ങി ഈ ഒരു വിഷയത്തിൽ പങ്കാളികളായ പ്രമുഖ താരങ്ങളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നത്? ഇപ്പോഴെങ്കിലും സത്യം പുറത്തു വന്നതിൽ ഏറെ അഭിമാനം തന്നെയാണ് ദിലീപിന്റെ ആരാധകർക്ക്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.